ഇസ്രായേലിനെതിരെ ഉപരോധത്തിന് ഖത്തർ മുന്നണിയൊരുക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തറിന്റെ നേതൃത്വത്തിൽ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഉപരോധ ശ്രമങ്ങൾ നടത്തുകയാണെന്ന് നെതന്യാഹു മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഖത്തറാണ് ഈ ഉപരോധത്തിന്റെ പ്രധാന നേതൃത്വം വഹിക്കുന്നത്. ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നത് മീഡിയ ഉപരോധമാണ്. ഖത്തറിന്റെയും ചൈനയുടേതും പോലുള്ള രാജ്യങ്ങളുടെ ഭീമമായ ധനസഹായം ഇതിന് ലഭിക്കുന്നതായും നെതന്യാഹു വ്യക്തമാക്കി. സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നതിന് ഇസ്രായേൽ സ്വന്തമായി ആയുധ നിർമ്മാണവും വ്യാവസായിക ശേഷിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതുവഴിയാണ് നമുക്ക് ഏത് ഉപരോധവും തരണം ചെയ്യാൻ കഴിയുന്നതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. അമേരിക്കയും മറ്റ് നിരവധി രാജ്യങ്ങളും ഇസ്രായേലിനൊപ്പമാണെന്നും എന്നാൽ ചില പാശ്ചാത്യ ശക്തികൾ യൂറോപ്പിൽ വെല്ലുവിളികൾ ഉയർത്തി ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നുവെന്നും സൈനിക ഉപരോധത്തെ പോലെ തന്നെ നയതന്ത്ര ഉപരോധവും മറികടക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നും നെതന്യാഹു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പുതിയ സാമ്പത്തിക യാഥാർത്ഥ്യത്തിന് തയ്യാറാകണം. സ്വതന്ത്ര വിപണിയുടെ പിന്തുണക്കാരായാലും രാഷ്ട്ര സുരക്ഷയ്ക്കായി ആവശ്യമായ ആയുധ വ്യവസായങ്ങൾ സ്വന്തം നാട് തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ജീവിക്കാൻ അതുതന്നെയാണ് വഴിയെന്ന് അക്കൗണ്ടന്റ് ജനറൽ കോൺഫറൻസിൽ സംസാരിച്ചുകൊണ്ട് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന്റെ അവസ്ഥയെ പുരാതന ഗ്രീസിനോട് താരതമ്യം ചെയ്ത പ്രധാനമന്ത്രി ബ്യൂറോക്രസി കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി. യൂറോപ്പിന്റെ നയങ്ങളിൽ റാഡിക്കൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സ്വാധീനമുണ്ടെന്നും ഖത്തർ പോലുള്ള രാജ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമ വേദികളിൽ വൻതുക ചെലവഴിച്ച് പ്രചാരണങ്ങൾ നടത്തുന്നതായും അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യം മൂലം ഇസ്രായേൽ ഒരു വിധത്തിലുള്ള സാമ്പത്തിക ഏകാന്തതയിലാണ് പ്രവേശിച്ചതെന്നും അതിനെ മറികടക്കാൻ സോഷ്യൽ മീഡിയയിലൂടെയും പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും സ്വാധീന പ്രവർത്തനങ്ങളിൽ ശക്തമായി മുന്നേറണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. അതേസമയം പ്രതിപക്ഷ നേതാവ് ലയർ ലാപ്പിഡ് പ്രതികരിച്ചത് നെതന്യാഹുവിന്റെയും അദ്ദേഹത്തിന്റെ സർക്കാരിന്റെയും തെറ്റായ നയങ്ങളുടെ ബലമാണെന്നും എന്നാൽ ഇസ്രായേൽ വീണ്ടും വിജയകരവും പ്രിയങ്കരവും സമൃദ്ധവുമായ രാജ്യമായി മടങ്ങിയെത്താൻ കഴിയുമെന്നും ലാപ്പിഡ് കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.